കോവിഡ് മഹാമാരിയുടെ ഭീകരതയിൽ ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിന്നപ്പോൾ ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും കാവലാളാകേണ്ട ഭരണകൂടം തന്നെ ആ ദുരന്തത്തെ അഴിമതി നടത്താനുള്ള സുവർണാവസരമാക്കി മാറ്റുകയാണ് ചെയ്തത്. ദുരന്തകാലത്ത് LDF സർക്കാർ കാണിച്ച ധാർമ്മികത എന്തെന്ന് എല്ലാവർക്കും അറിയാം. കോവിഡ് കാലത്തെ PPE കിറ്റ് വിവാദവും മെഡിക്കൽ പർച്ചേസുകളിലെ കോടികളുടെ അഴിമതി കഥകളും മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾക്ക് മുന്നിലും നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. എന്നാൽ ജനകീയ പ്രതിരോധം എന്ന പേരിൽ ലോക ശ്രദ്ധ ആകർഷിച്ചുവെന്ന് അവകാശപ്പെട്ട ബ്രേക്ക് ദ ചെയിൻ പദ്ധതിയുടെ മറവിലും വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന പുതിയ കണ്ടെത്തൽ മുൻ LDF സർക്കാരിന്റെ മുഖംമൂടി പൂർണ്ണമായും അഴിച്ചുമാറ്റുന്നതാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷമുള്ള കർശനമായ സാമ്പത്തിക പരിശോധനകളിലാണ് ഈ കൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കോവിഡ് മഹാമാരി കാലത്ത് രോഗവ്യാപനം തടയുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ചുവെന്ന് LDF സർക്കാർ കൊട്ടിയാഘോഷിച്ച പദ്ധതിയായിരുന്നു ബ്രേക്ക് ദ ചെയിൻ. സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കി പദ്ധതിയുടെ പേരിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളിലെ ക്രമക്കേടുകൾ അന്വേഷിച്ച ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധനാ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അഴിമതിയിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലിനെതിരെ കടുത്ത വകുപ്പുതല അച്ചടക്ക നടപടി വേണമെന്നാണ് ധനകാര്യ വിഭാഗം ശക്തമായി ശുപാർശ ചെയ്തിരിക്കുന്നത്. ദുരന്തകാലത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ചാനൽ ചർച്ചകളിലും സോഷ്യൽ മീഡിയയിലും വന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ നഖശിഖാന്തം ന്യായീകരിക്കാനും മുൻപന്തിയിലുണ്ടായിരുന്ന വ്യക്തിയാണ് ഡോക്ടർ മുഹമ്മദ് അഷീൽ. പല രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിലും പരസ്യമായി LDF അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നതിലൂടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായി പൊതുസമൂഹത്തിന് അറിയപ്പെട്ടിരുന്ന ഈ ഉദ്യോഗസ്ഥൻ അന്ന് കോവിഡിന്റെ മറവിൽ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി വൻ സാമ്പത്തിക പൊരുത്തക്കേടുകൾക്ക് നേതൃത്വം നൽകിയെന്നാണ് ധനകാര്യ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. ബ്രേക്ക് ദ ചെയിൻ പദ്ധതിക്കായി ചിലവഴിച്ച തുകയുടെ പൂർണ്ണമായ ബില്ലുകളോ മറ്റ് കൃത്യമായ രേഖകളോ ഹാജരാക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷന് കഴിഞ്ഞിട്ടില്ലെന്ന് ധനകാര്യ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തുന്നുണ്ട്. ഒരു സർക്കാർ പദ്ധതി നടപ്പിലാക്കുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ സാമ്പത്തിക ചട്ടങ്ങൾ പോലും ഇവിടെ ലംഘിക്കപ്പെട്ടു. ഇത്തരം വലിയ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നത് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് വഴിയായിരിക്കണമെന്ന നിർദ്ദേശം പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു. അതിലുപരിയായി ഈ പദ്ധതി നടപ്പിലാക്കാൻ സാമൂഹ്യ സുരക്ഷാ മിഷനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായ സർക്കാർ ഉത്തരവുകൾ പോലും നിലവിലില്ല എന്ന ഞെട്ടിക്കുന്ന വിവരം റിപ്പോർട്ട് പുറത്തുവിടുന്നുണ്ട്. അതായത് ഔദ്യോഗികമായ യാതൊരു ഭരണാനുമതിയും ഇല്ലാതെയാണ് കോടിക്കണക്കിന് രൂപ കൈകാര്യം ചെയ്തതും ചെലവഴിച്ചതും. സാനിറ്റൈസർ, മാസ്ക് എന്നിവയുടെ നിർമ്മാണത്തിനായി യാതൊരുവിധ സർക്കാർ അനുമതിയില്ലാതെ 33 ലക്ഷം രൂപയാണ് വിവിധ വകുപ്പുകൾക്ക് മുൻകൂറായി നൽകിയത്. സാധാരണയായി ഒരു സർക്കാർ പർച്ചേസ് നടത്തുമ്പോൾ പാലിക്കേണ്ട ടെൻഡർ നടപടികളും ഒന്നും തന്നെ ഈ പദ്ധതിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല. ഇഷ്ടക്കാർക്കും സ്വകാര്യ വ്യക്തികൾക്കും കരാറുകൾ നൽകാൻ വേണ്ടിയാണ് ടെൻഡർ നടപടികൾ ബോധപൂർവം ഒഴിവാക്കിയതെന്ന് വ്യക്തമാണ്. പല ബില്ലുകളും ഗുരുതരമായ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ കോവിഡ് കാലത്ത് വിവിധ സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്പോൺസർഷിപ്പായി ലഭിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികൾ മിഷന്റെ സ്റ്റോക്ക് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഈ സാധനങ്ങൾ എങ്ങോട്ടാണ് പോയതെന്നോ ആർക്കാണ് വിതരണം ചെയ്തതെന്നോ ഉള്ള കാര്യത്തിൽ യാതൊരു സുതാര്യതയുമില്ല. ഈ വൻ ക്രമക്കേടുകളെ കുറിച്ച് അക്കൗണ്ടന്റ് ജനറൽ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഗുരുതരമായ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് വിശദമായ അന്വേഷണം നടത്താൻ ധനകാര്യ വിഭാഗത്തെ ചുമതലപ്പെടുത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഡോക്ടർ മുഹമ്മദ് അഷീൽ നൽകിയ വിശദീകരണങ്ങൾ ഒന്നും തന്നെ തൃപ്തികരമല്ലെന്നാണ് ധനകാര്യ വിഭാഗം വിലയിരുത്തിയത്. മുൻ LDF സർക്കാരിന്റെ അഴിമതി രാഷ്ട്രീയത്തിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയുടെ തുടർച്ചയായി ഇത്തരം ജനദ്രോഹപരമായ കൊള്ളകൾ വെളിച്ചത്ത് കൊണ്ടുവരാനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനുമാണ് നിലവിലെ UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.